ചെയ്യേണ്ടത്. മറിച്ച് ആ ഇബ്രാഹിം നബിയുടെ ആ സിറ്റുവേഷൻ നമ്മുടെ മനസ്സിലേക്ക് വരണമെങ്കിൽ നിങ്ങളൊരു ഒരു കുട്ടിയിലെ വാങ്ങിക്കണം, അല്ലെങ്കിൽ ഒരു പോത്തൻകുട്ടിയെ കുഞ്ഞിലെ വാങ്ങിക്കണം. കുഞ്ഞിലെ വാങ്ങിച്ച് 2 വർഷം അതിനെ വളർത്തണം. ആട്ടിനെ സംബന്ധിച്ച് നമുക്ക് ആടായാലും കന്നുകാലികളെല്ലാം അങ്ങനെ തന്നെ. നമ്മൾ കുട്ടിയിലെ വാങ്ങി 2 വർഷം വളർത്തണം. വളർത്തി കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ നമ്മൾ ആഹാരമൊക്കെ കൊടുത്ത് നമ്മൾ വരുമ്പോൾ തന്നെ അത് നമ്മുടെ അടുത്തേക്ക് ഓടി വരും. നമ്മൾ എന്ത് കൊടുത്താലും അടുത്ത് വന്ന് ഓടി വന്ന് സന്തോഷത്തോടെ കഴിക്കും. നമ്മുടെ ശബ്ദം കേൾക്കുമ്പോൾ ചാടി എണീറ്റ് ചെവിയൊക്കെ കൂർപ്പിച്ച് നമ്മുടെ വരവിനായി കാത്തിരിക്കും. ഇങ്ങനെ അവരുടെ പക്കൽ നിന്ന് ഒരുപാട് സ്നേഹപ്രകടനങ്ങൾ നമ്മുടെയൊക്കെ വീട്ടിൽ മൃഗങ്ങളുണ്ട്. നമുക്കറിയാം അവരൊക്കെ ആഹാരം കൊടുക്കുന്ന നമ്മളോട് എന്തുമാത്രം സ്നേഹം കാണിക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു 2 വർഷം ഒരു ആട്ടിൻകുട്ടിയെ വാങ്ങി വളർത്തി 2 വർഷമാകുമ്പോൾ നമ്മൾ സ്വന്തം മക്കളെ പോലെ ഒരു പേരൊക്കെ ഇട്ട് സ്വന്തം മക്കളെ പോലെ വളർത്തി എന്നും നമ്മളതിന് ആഹാരം കൊടുത്ത് കുളിപ്പിച്ച് വൃത്തിയാക്കി നമ്മൾ അതിൻ്റെ കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധിച്ച് ഒരു മകനെ പോലെ നമ്മൾ വളർത്തി 2 വർഷം കഴിയുമ്പോൾ നമ്മൾ ഉളിയറുക്കാൻ വേണ്ടി രാവിലെ കൊണ്ടുപോയി ഉളിയറുക്കാൻ വേണ്ടി കത്തിയെടുത്ത് നമ്മൾ കഴുത്തിൽ വയ്ക്കുമ്പോൾ ആ സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിൽ എന്തുമാത്രം വിഷമവും ടെൻഷനും ഉണ്ടാകുമെന്ന് നമ്മളത് ആലോചിച്ച് പോകും. അപ്പോഴാണ് നമ്മൾ ഇബ്രാഹിം നബി സ്വന്തം മകനെ അറുക്കാൻ നേരത്ത് അദ്ദേഹം എന്തുമാത്രം വിഷമിച്ചു. അത്ര വിഷമം വരില്ല, അത്രത്തോളം നമുക്ക് വരില്ലെങ്കിലും നമുക്കൊരു ടെൻഷൻ ഉണ്ടാകും. അള്ളാഹു നമ്മൾ വളർത്തി ആ കണ്ണിലേക്ക് നോക്കുമ്പോൾ, ആ മൃഗം നമ്മുടെ കണ്ണിലേക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് എന്തുമാത്രം ടെൻഷൻ. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അള്ളാഹു കൊടുത്ത പരീക്ഷണം ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിൽ അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടായപ്പോൾ ഏതിനെയൊന്നൊരു ചോദ്യം പോലും മഹാനവറുകൾ ചോദിച്ചില്ല. ധാരാളം പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. നമുക്കറിയാം, ഹജ്ജിൻ്റെ വേളയിലൊക്കെ ഉംറയ്ക്കൊക്കെ പോകുന്നവർക്ക് അറിയാം, അവിടെ നടക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങളും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെയും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെയും ഹാജറ ബീവിയുടെയും ഒക്കെ ജീവിതങ്ങൾ അയവറക്കുകയാണ്. എല്ലാ സൽക്കർമ്മങ്ങളും ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ ആരുമില്ലാത്ത വിജനമായ സ്ഥലത്ത് കുഞ്ഞു മകനെയും ഭാര്യയും ഉപേക്ഷിച്ച് പോകുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇസ്മായിൽ നബി അലൈഹി സ്വലാം കാലിട്ടടി